അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചായയെല്ലാം കുടിച്ചിട്ട് നമ്മൾ പയ്യെ വീടിൻ്റെ മുകളിലോട്ടൊന്ന് കയറിയിട്ട് കുറച്ച് ഫ്ലൈറ്റ് വരും. ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ എയർഫോഴ്സ് അടുത്താണെന്ന്. ആ ഫ്ലൈറ്റ് എല്ലാം വരുന്നതും പോകുന്നതും എല്ലാം കണ്ടിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് പയ്യെ ഇനി സൺഡേ മാർക്കറ്റിലോട്ട് പോകണേ. ഇന്ന് മാർക്കറ്റുണ്ട്. അതായത് ഈ പച്ചക്കറി ഇല്ലേ അതെല്ലാം നമ്മളിങ്ങനെ വില പേശി ഇന്ന് എടുക്കും കേട്ടോ. പച്ചക്കറി മാത്രമല്ല കേട്ടോ, എല്ലാം ഉണ്ട്. ഇങ്ങനെ കുപ്പിവളകൾ എല്ലാം നമുക്കിങ്ങനെ വില പറഞ്ഞെടുക്കാവേ. നമ്മൾ പറയുന്ന വിലയ്ക്ക് അവരിങ്ങ് തരും കേട്ടോ. ഞാൻ പിന്നെ മാർക്കറ്റിൽ ചെന്നാൽ വിലയൊക്കെ പറഞ്ഞെടുക്കും കേട്ടോ. എന്നാലും ഒരുപാട് അങ്ങ് വില ഇങ്ങനെ അവരോട് ഇങ്ങനെ പേശി എടുക്കത്തില്ല കേട്ടോ. പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ അവരിങ്ങ് എങ്കിൽ ആ റേറ്റിന് എടുത്തു എന്ന് പറഞ്ഞ് തരും. എന്നാലും എനിക്ക് കഷ്ടം തോന്നും കേട്ടോ. പിന്നെ ഇവിടുത്തെ കച്ചവടക്കാരില്ലേ അവർക്കൊക്കെ ഭയങ്കര ക്ഷമാശീലമുള്ളവരാണ്. ഞാൻ തന്നെ കണ്ടില്ല, ഒരു 1/2 കിലോ വെണ്ടയ്ക്ക മേടിക്കുവാണെങ്കിൽ അതിൽ നിന്ന് തിരിഞ്ഞ് ഓരോന്നും തിരിഞ്ഞ് കുത്തി ഒടിച്ച് പെറുക്കിയെടുത്ത് അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഈ പ്രാവശ്യം മാർക്കറ്റിൽ ചെന്നപ്പോൾ അതാ ഈ പാവയ്ക്കയുടെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടോ. ഇതാണ് ഇവിടെ കിട്ടുന്ന പച്ച പാവയ്ക്ക. എനിക്ക് ഈ പാവയ്ക്കാണ് ഇഷ്ടമേ അല്ല കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. പച്ച മാങ്ങ, ഒരു മാങ്ങയ്ക്ക് 10 രൂപ എന്നാണ് പറഞ്ഞത്. ഞാൻ 2 വാങ്ങി. പിന്നെ നിറയെ ഇലകളാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ മുരിങ്ങയില കറക്കിടത്തി കഴിക്കലെന്ന്, പക്ഷേ ഇവിടെ വിൽക്കാൻ ഇരിപ്പുണ്ട് മുരിങ്ങയില കേട്ടോ. ഇവരൊക്കെ കഴിക്കുമെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ മുരിങ്ങയില കറക്കിടത്തി കഴിക്കാത്തതായിട്ടുള്ളതെന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നാണെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നും ഈ ഇലക്കറികളൊക്കെ നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ കുപ്പിവളകളുണ്ടോ, കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇട്ടിട്ട് എവിടെ പോകാനാണെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും വാങ്ങിയില്ല. പിന്നെ അനിയത്തി കുറച്ച് വാങ്ങിയായിരുന്നു, അവൾക്ക് ഇന്ന് ജോലിക്ക് പോകണമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും അധികം കളക്ഷൻ കാണാം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വളകളുണ്ടെങ്കിൽ ഇത്രയും അങ്ങില്ല കേട്ടോ. ഇതിപ്പോൾ ഇവിടുത്തെ കുറവാണ്. ഇവിടെ നിന്ന് ഒരു കട മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റാണ് ഇഷ്ടം പോലെ കടകളുള്ളതാണ് കുപ്പിവളയുടെ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ചേ വാങ്ങിയോളൂ. നമ്മുടെ നാട്ടിലായിട്ടുള്ള പച്ചക്കറി ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഉള്ള പച്ചക്കറിയും കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. അന്നേരം ശരി, ബൈ.